ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ മാത്സ് ക്ലാസ്. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം അല്ലേ. ഇന്ന് നമ്മൾ ILPP ഫോമുലേഷനാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. 2 പ്രോബ്ലംസാണ് ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് തന്നെ പോകാം. പിന്നെ ശ്രദ്ധിക്കുക, ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നേരെ The question is, a patient consulted doctor to check up his ill health. Doctor examines him and advises him that he is having deficiency of 2 vitamins, vitamin A and vitamin D. Doctor advises him to consume vitamin A and D regularly for a period of time so that he can regain his health. Doctor prescribes tonic X and Y, which are having vitamin A and D in certain proportion. Also advises the patient to consume at least 40 units of vitamin A and 50 units of vitamin D daily. The cost of tonic X and Y and the proportion of vitamin A and D that present in X and Y are given in the table below. So ഇപ്പോൾ ഒരു ടേബിൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എക്സ് എന്ന് പറയുന്ന ടോണിക്കിലും വൈ എന്ന് പറയുന്ന ടോണിക്കിലും ഇൻക്ലൂഡ് ആയിരിക്കുന്ന വൈറ്റമിൻ എയുടെയും ഡിയുടെയും പ്രൊപ്പോർഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ 2 ടോണിക്കിൻ്റെയും ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് തേർഡ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും ഡെയിലി മിനിമം എത്ര യൂണിറ്റ്സ് വെച്ചിട്ട് അയാൾ കൺസ്യൂം ചെയ്യണം. ഓക്കെ, ഇതാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അത് ഒന്നുകൂടി ക്ലിയർ ആക്കാം. അപ്പോൾ 2 ടോണിക്കാണ് ഇവിടെ ഡോക്ടർ അയാൾക്ക് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തത്. ഒരു പേഷ്യൻറ്റിൻ്റെ ഇൽ ഹെൽത്ത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 2 വൈറ്റമിൻസ് ഡോക്ടർ അയാളുടെ ഡെയിലി അയാളോട് കൺസ്യൂം ചെയ്യാൻ പറഞ്ഞു, വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും. ഇത് രണ്ടും അടങ്ങിയിരിക്കുന്ന 2 ടോണിക്ക് ഡോക്ടർ ആ പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്തു, ടോണിക് എക്സും ടോണിക് വൈയും. ആ ടോണിക് എക്സിൽ വൈറ്റമിൻ എ 2 പ്രൊപ്പോർഷനും വൈറ്റമിൻ ഡി 3 പ്രൊപ്പോർഷനും ഇൻക്ലൂഡഡ് ആണ്. അതാണ് നമ്മുടെ സെക്കൻഡ് കോളത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ ടോണിക് വൈയിൽ വൈറ്റമിൻ എ 4 പ്രൊപ്പോർഷനും വൈറ്റമിൻ ഡി 2 പ്രൊപ്പോർഷനും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇവരുടെ ഡെയിലി റിക്വയർമെൻ്റ് ആണ് ലാസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത്. വൈറ്റമിൻ എ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 40 യൂണിറ്റ്സ് എങ്കിലും അയാൾ കൺസ്യൂം ചെയ്തിരിക്കണം. അതുപോലെ വൈറ്റമിൻ ഡി അറ്റ്ലീസ്റ്റ് 50 യൂണിറ്റ്സ് എങ്കിലും ഡെയിലി കൺസ്യൂം ചെയ്യണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. അപ്പോൾ മിനിമം ഈ 40യും 50യും ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഓരോ ടോണിക്കിൻ്റെയും ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റാണ് ലാസ്റ്റ് റോയിൽ കൊടുത്തിരിക്കുന്നത്. ടോണിക് എക്സിൻ്റെ ഒരു യൂണിറ്റിന് 5 റുപ്പീസും ടോണിക് വൈയുടെ ഒരു യൂണിറ്റിന് 3 റുപ്പീസുമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ കോസ്റ്റ്, ഈ 2 ടോണിക്കിൻ്റെയും കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് അയാളുടെ ഹെൽത്ത് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യും. അപ്പോൾ എത്ര ബോട്ടിൽ അയാൾക്കത് കൺസ്യൂം ചെയ്യേണ്ടി വരും. ഈ 2 അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് വി വാണ്ട് ടു ഐഡൻറ്റിഫൈ ഡിസിഷൻ വേരിയബിൾസ്. ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് എന്ത് വരുമെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ടോണിക്കിൻ്റെ ഒരു യൂണിറ്റിന് വരുന്ന എമൗണ്ട് 5 റുപ്പീസും വൈ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ വൈ എന്ന് പറയുന്ന ടോണിക്കിൻ്റെ ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് 3 റുപ്പീസുമാണ്. കോസ്റ്റ് മിനിമൈസ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. സോ അപ്പോൾ ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് എങ്ങനെയായിരിക്കും? ഈ ടോണിക്കിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനല്ലേ എത്ര യൂണിറ്റ്സ് വെച്ചിട്ട് ഇത് വാങ്ങിച്ചാൽ, ഓക്കെ, ടോണിക് എക്സും ടോണിക് വൈയും എത്ര യൂണിറ്റ്സ് വെച്ച് വാങ്ങേണ്ടി വരും, എത്ര യൂണിറ്റ് വെച്ച് വാങ്ങിച്ചാൽ അയാളുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അയാൾക്ക് ഈ പറഞ്ഞ വൈറ്റമിൻ എയുടെയും വൈറ്റമിൻ ഡിയുടെയും സഫിഷ്യൻസി ഓവർകം ചെയ്യാനായിട്ട് ഈ ടോണിക് എക്സും ടോണിക് വൈയും എത്ര യൂണിറ്റ് വെച്ചിട്ട് വാങ്ങേണ്ടി വരും. ഓക്കെ, കോസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യാം. സോ അപ്പോൾ അതാണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ടോണിക് എക്സിൻ്റെ എക്സ് യൂണിറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്യേണ്ടെന്ന് അസ്യൂം ചെയ്യുക. അതുപോലെ ടോണിക് വൈയുടെ വൈ യൂണിറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. സോ അപ്പോൾ അതായിരിക്കും നമ്മുടെ ഡിസിഷൻ വേരിയബിൾ വരുന്നത്. ലെറ്റ് ദ പേഷ്യൻറ്റ് പർച്ചേസ് എക്സ് യൂണിറ്റ്സ് ഓഫ് ടോണിക് എക്സ് ആൻഡ് വൈ യൂണിറ്റ്സ് ഓഫ് ടോണിക് വൈ. ഡിസിഷൻ വേരിയബിൾസ് കിട്ടി. പിന്നെ ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ പ്രോബ്ലമാണല്ലോ ഇത്. കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ടോണിക്സ് ആണ് നമ്മൾക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ടോണിക് എക്സിൻ്റെ എക്സ് യൂണിറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് 5 റുപ്പീസാണ്. സോ അപ്പോൾ അതെങ്ങനെ വന്നു? 5 ഇൻറ്റു എക്സ്. അതുപോലെ ടോണിക് വൈയുടെ വൈ യൂണിറ്റ്സ് ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് 3 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. ദാറ്റ് ഈസ് 3 ഇൻറ്റു വൈ. അത് രണ്ടും കൂടി സം ചെയ്യുക. ദാറ്റ് ഈസ് 5x + 3y.
അതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡ് ഈക്വൽ ടു 5x + 3y. അവിടെ വരുന്ന ഒപ്റ്റിമൈസേഷൻ മിനിമൈസേഷനാണ്. ഇനി ഇവിടുത്തെ കൺസ്ട്രെയിൻസ് നമുക്ക് ഫോം ചെയ്യണം. കൺസ്ട്രെയിൻറ്റ് പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻ എ ഡെയിലി അറ്റ്ലീസ്റ്റ് 40 യൂണിറ്റ്സ് എങ്കിലും കൺസ്യൂം ചെയ്യുക. ഇനി വൈറ്റമിൻ എ ഈ ടോണിക് എക്സിലും ടോണിക് വൈയിലും എത്ര പ്രൊപ്പോർഷൻസ് ഇൻക്ലൂഡഡ് ആണെന്നുള്ളതാണ് ഈ റോയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൺസ്ട്രെയിൻറ്റ് ഇനീക്വാളിറ്റി ഏതായിരിക്കും വരുന്നത്? അറ്റ്ലീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 40 യൂണിറ്റ്സ് എങ്കിലും ഡെയിലി വൈറ്റമിൻ എ കൺസ്യൂം ചെയ്യണം. അതിൽ കൂടുതലായാലും കുഴപ്പമില്ല. സോ അപ്പോൾ അതാണ് അറ്റ്ലീസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അവിടുത്തെ കൺസ്ട്രെയിൻസ് എങ്ങനെയായിരിക്കും വരുന്നത്? 2 × x + 4 × y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. അറ്റ്ലീസ്റ്റ് 40 എങ്കിലും കൺസ്യൂം ചെയ്യണം. അതിൽ കൂടുതലായാലും പ്രോബ്ലം ഇല്ല. സോ അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് 2x + 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഇനി അടുത്തതിൽ നോക്കുകയാണെങ്കിൽ 3x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. ഇവിടെയും പറഞ്ഞു 2x + 2 × y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. കഴിഞ്ഞല്ലോ. ഇനി ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസിന് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്യുക. കാരണം എത്ര യൂണിറ്റ്സ് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിറ്റ്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ്. അതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന LPP പ്രോബ്ലത്തിൻ്റെ ഫോമുലേഷൻ വരുന്നത് കേട്ടോ. മിനിമൈസ് ഇസഡ് ഈക്വൽ ടു 5x + 3y സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് 2x + 4y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40, 3x + 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Okay, the question is, the postal department is considering the purchase of vehicles to pick up and deliver mail from various offices. They are considering 3 types of vehicles. The cost of each of these are rupees 5 lakhs, 10 lakhs and 8 lakhs. Okay, these require a crew of 2, 4 and 4 persons per day considering multiple shifts. They expect these to run for 60, 100 and 80 km per day. They expect that the total distance to be covered by the vehicles per day would be 2000 km. Based on the fuel economy, the operating cost per day for these vehicles are rupees 200, rupees 350 and rupees 300 per day. They have a budget restriction of rupees 1.6 crore and have 80 people available as crew. Formulate a model to minimize the operating cost. സോ അപ്പോൾ ഇവിടെ മിനിമൈസേഷൻ പ്രോബ്ലമാണ് വന്നിരിക്കുന്നത്. ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഓഫീസിലോട്ട് 3 ടൈപ്പ് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഓരോ ടൈപ്പ് വെഹിക്കിൾസിൻ്റെയും കോസ്റ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 5 lakhs, 10 lakhs, 8 lakhs. ഇനി ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1.6 crore വരെ ഇവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വെഹിക്കിൾസിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ട്. ഇനി ഈ വെഹിക്കിൾസ് റൺ ചെയ്യാനായിട്ട് ഒരു ക്രൂ ഓഫ് പീപ്പിൾസ് അവൈലബിൾ ആയിരിക്കണം. അത് ഫസ്റ്റ് ടൈപ്പിന് 2 പേര്, സെക്കൻഡ് ടൈപ്പ് 4 ആൻഡ് തേർഡ് ടൈപ്പ് വെഹിക്കിൾസിന് 4 persons. എന്നിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ്, അതായത് മാക്സിമം 80 പീപ്പിൾസ് എങ്കിലും അവൈലബിൾ ആസ് ക്രൂ ആയിരിക്കണം. ഓക്കെ, ആ ക്രൂവിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെ കൊടുത്തിരിക്കുന്നത് ഈ ഓരോ വെഹിക്കിൾസും പെർ ഡേ എത്ര കിലോമീറ്റർ റൺ ചെയ്യണം. ഫസ്റ്റ് വെഹിക്കിൾ 60 km, സെക്കൻഡ് വെഹിക്കിൾ 100 km ആൻഡ് തേർഡ് വെഹിക്കിൾ 80 km എങ്കിലും കവർ ചെയ്യണം. ഈ 3 വെഹിക്കിൾസും കൂടി ഒരു ദിവസം ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 2000 km എങ്കിലും ആയിരിക്കണം. പിന്നെ അടുത്ത കൊടുത്തിരിക്കുന്നത് ഇവരുടെ ഓരോ വെഹിക്കിൾസിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ഡേ ആണ്. ഫസ്റ്റ് വെഹിക്കിളിന് 200 rupees, സെക്കൻഡ് വെഹിക്കിളിന് 350 rupees, തേർഡ് വെഹിക്കിളിന് 300 rupees ആണ് പെർ ഡേ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 വെഹിക്കിൾസിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം? ഇതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലൂടെ മിനിമൈസേഷൻ ആണ് വരുന്നത് കേട്ടോ. നമുക്ക് നേരെ ആൻസറിലോട്ട് പോകാം. ടൈപ്പ് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ. ടൈപ്പ് 1, ഞാനത് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ 3 ടൈപ്പ് വെഹിക്കിൾസ് ആയിട്ട് ചൂസ് ചെയ്തു. ഇനി നിങ്ങളോട് അവിടെ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു LPP മോഡൽ ഫോർമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് 3 ടൈപ്പ് വെഹിക്കിൾസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാം?
അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് വെഹിക്കിൾസ് അല്ലേ പർച്ചേസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ എത്ര യൂണിറ്റ്സ് വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, that is, let the postal department purchase A units of type 1 vehicle, B units of type 2 vehicle and C units of type 3 vehicles. അതായത് ടൈപ്പ് 1 വെഹിക്കിൾസിൻ്റെ A യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ടൈപ്പ് 2 വെഹിക്കിൾസിൻ്റെ B യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് 3 വെഹിക്കിൾസിൻ്റെ C യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ് വെഹിക്കിൾസിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മിനിമൈസ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസ് ഇസഡ് ഈക്വൽ ടു എങ്ങനെ വരണം? ഈ ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ഡേ based on the fuel economy, the operating cost per day for these vehicles are 200 rupees, 350 rupees and 300 rupees per day. അതായത് ഒരു ദിവസം ഈ 3 വെഹിക്കിൾസിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുന്നത് 200 റുപ്പീസ്, 350 റുപ്പീസ്, 300 റുപ്പീസ് ഇങ്ങനെയാണ്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈപ്പ്, അതായത് ടൈപ്പ് 1 വെഹിക്കിൾസിൻ്റെ A യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് 1 വെഹിക്കിൾസിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ഡേ വരുന്നത് 200 റുപ്പീസാണ്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 200 ഇൻറ്റു A എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ടൈപ്പ് 2 വെഹിക്കിൾസിൻ്റെ B യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് 2 വെഹിക്കിൾസിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ഡേ വരുന്നത് 350 റുപ്പീസാണ്. സോ അപ്പോൾ നമുക്ക് 350 ഇൻറ്റു B എന്ന് എഴുതാം. പ്ലസ് അതുപോലെ ടൈപ്പ് 3 വെഹിക്കിൾസിൻ്റെ C യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പ് 3 വെഹിക്കിൾസിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ ഡേ വരുന്നത് 300 റുപ്പീസാണ്. അപ്പോൾ 300 ഇൻറ്റു C. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ സമ്മാണ്, ഓരോ വെഹിക്കിൾസിൻ്റെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ സമ്മാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മിനിമൈസ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇവിടെ 3 കൺസ്ട്രെയിൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഈ 3 വെഹിക്കിൾസിൻ്റെയും കോസ്റ്റ് ഇത്രയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് ആർ റുപ്പീസ് 5 lakhs, 10 lakhs ആൻഡ് 8 lakhs പെർ വെഹിക്കിൾ റെസ്പെക്റ്റീവ്ലി. പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ദേ ഹാവ് എ ബഡ്ജറ്റ് റെസ്ട്രിക്ഷൻ ഓഫ് റുപ്പീസ് 1.6 crore. ഓക്കെ, സോ അപ്പോൾ അവർ ബഡ്ജറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഈ 3 വെഹിക്കിൾസും കൂടി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1.6 crore ആണ്. ഈ ഓരോ വെഹിക്കിൾസിൻ്റെയും പ്രൈസ് എന്ന് പറയുന്നത് ടൈപ്പ് 1 വെഹിക്കിൾസിന് 5 lakhs, ടൈപ്പ് 2 വെഹിക്കിൾസിന് 10 lakhs, ടൈപ്പ് 3 വെഹിക്കിൾസിന് 8 lakhs, അങ്ങനെയായിരിക്കും കോസ്റ്റ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് അടുത്ത ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് എങ്ങനെ എഴുതാം? ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വരുന്നത് ടൈപ്പ് എ വെഹിക്കിൾസിൻ്റെ ഒരു ടൈപ്പ് എ വെഹിക്കിൾസിന് ഒരെണ്ണത്തിന് 5 lakh റുപ്പീസ്, അങ്ങനത്തെ A യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 lakh ഇൻറ്റു A. പ്ലസ് ടൈപ്പ് 2 വെഹിക്കിൾസ് ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് വരുന്നത് 10 lakh ആണ്. അങ്ങനെ B യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10 lakh ഇൻറ്റു B. അതുപോലെ ടൈപ്പ് 3 വെഹിക്കിൾസ് നമ്മൾ C യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന് 8 lakh റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1.6 crore ആണ്. എന്നാണ് ഞാനിവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ക്രൂ കൺസ്ട്രെയിൻ്റ് ആണ്. അവിടെ കൊടുത്തിട്ടുണ്ട് ദീസ് റിക്വയർ എ ക്രൂ ഓഫ് 2, 4 ആൻഡ് 4 persons പെർ ഡേ കൺസിഡറിങ് മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ്. ആൻഡ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഹാവ് 80 people അവൈലബിൾ ആസ് ക്രൂ. ഓക്കെ, സോ അപ്പോൾ 80 പേരെങ്കിലും അവൈലബിൾ ആയിരിക്കണം ആസ് ക്രൂ. സോ അത് ഓരോ വെഹിക്കിൾസിലും ആവശ്യമായിട്ട് വരുന്ന ആളുകളുടെ കൗണ്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് ദീസ് റിക്വയർ എ ക്രൂ ഓഫ് 2, 4 ആൻഡ് 4 persons പെർ ഡേ. 2, 4, 4. സോ അപ്പോൾ നമുക്ക് എങ്ങനെ അടുത്ത കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്യാം? ഫസ്റ്റ് വെഹിക്കിൾ വെച്ചിട്ട് 2 പേരെങ്കിലും വേണം. അപ്പോൾ അതിൻ്റെ എത്ര ടൈപ്പാണ്? നമ്മൾ ടൈപ്പ് 1 A യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് 2A പ്ലസ് അടുത്തത് 2, 4, 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4B ടൈപ്പ് 2 വെഹിക്കിൾസിൻ്റെ വരുന്നത്. ഇനി ടൈപ്പ് 3 വെഹിക്കിൾസിൻ്റെ 4C ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഹാവ് 80 people അവൈലബിൾ ആസ് ക്രൂ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 people എങ്കിലും ക്രൂവിൽ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇനി
മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് കൺസ്ട്രെയിൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. they expect these to run for 60 km per day, 100 km per day and 80 km per day. ഈ 3 വെഹിക്കിൾസും ഒരു ദിവസം ഇത്ര കിലോമീറ്റർ റൺ ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വെഹിക്കിൾ 60 കിലോമീറ്റർ, സെക്കൻഡ് വെഹിക്കിൾ 100 കിലോമീറ്റർ, തേർഡ് വെഹിക്കിൾ 80 കിലോമീറ്റർ. ഇനി ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് they expect that the total distance to be covered by the vehicles per day would be 2000 kilometers. ഈ 3 വെഹിക്കിൾസും കൂടി റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ 3 വെഹിക്കിൾസും കൂടി കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് 2000 കിലോമീറ്റർ എങ്കിലും ആയിരിക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ കൂടുതലാകാം എന്നല്ലേ പറഞ്ഞത്. 2000 കിലോമീറ്റർ എങ്കിലും ടോട്ടൽ ഡിസ്റ്റൻസ് ഈ 3 വെഹിക്കിൾസും കൂടി പെർ ഡേ കവർ ചെയ്യണം. അപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കവർ ചെയ്യാമല്ലോ ഡിസ്റ്റൻസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടുത്തെ കൺസ്ട്രെയിൻഡ് അപ്പോൾ വരുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2000 എന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് 2000 എങ്കിലും ഡിസ്റ്റൻസ് ഒരു ദിവസം 3 വെഹിക്കിൾസും കൂടി കവർ ചെയ്യണം. അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. സോ അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2000. ഇനി അവിടുത്തെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് ഫസ്റ്റ് വെഹിക്കിൾ ടൈപ്പ് 1 വെഹിക്കിൾ 60 കിലോമീറ്റർ എങ്കിലും കവർ ചെയ്യണം. ഓക്കെ, അത് ഒരു വെഹിക്കിളിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനത്തെ യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ടൈപ്പ് 1. അതുപോലെ സെക്കൻഡ് ടൈപ്പ് 100 കിലോമീറ്റർ കവർ ചെയ്യണം. അങ്ങനത്തെ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് തേർഡ് ടൈപ്പ് വെഹിക്കിൾ 80 കിലോമീറ്റർ എങ്കിലും ഒരു ദിവസം റൺ ചെയ്യണം. അങ്ങനത്തെ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ 80 ഓക്കെ, ഇതാണ് മൂന്നാമത് വരുന്ന കൺസ്ട്രെയിൻറ്റ്. ഇനി ലാസ്റ്റ് ഏതായിരിക്കും വരുന്നത്? നമ്മുടെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് ഇവിടുത്തെ ഫോർമുലേഷൻ ഓഫ് LPP പ്രോബ്ലം. നമുക്കതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലോട്ടൊന്ന് എഴുതിയാലും ഇതിനെ. ദാറ്റ് ഈസ് മിനിമൈസ്, ഇങ്ങനെ വരുന്നത് മിനിമൈസ് Z ഈക്വൽ ടു 200A പ്ലസ് 350B പ്ലസ് 300C സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ്. ഇനി കൺസ്ട്രെയിൻസ് എങ്ങനെ എഴുതുന്നത് കണ്ടോ? ഇതിൽ കോമൺ ആയിട്ട് ഒരു 10,000 ഉണ്ടല്ലോ അല്ലേ? 10,000 അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്. അല്ലേ? അപ്പോൾ ബാക്കി വരുന്ന കൺസ്ട്രെയിൻറ്റ് എങ്ങനെയാണ് വരുന്നത്? 5A പ്ലസ് 10B പ്ലസ് 8C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 160. ഇതാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്ന് പറയുന്നത്. 10,000 കോമൺ ഫാക്ടറാണ് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ സെക്കൻഡ് വരുന്നത് 2A പ്ലസ് 4B പ്ലസ് 4C ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. ഇത് പ്രൂവ് കൺസ്ട്രെയിൻ്റ് ആണ്. ഇനി തേർഡ് വരുന്നത് 60A പ്ലസ് 100B പ്ലസ് 80C ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2000. ഇത് ഡിസ്റ്റൻസ് കൺസ്ട്രെയിൻ്റ് ആണ്. ലാസ്റ്റ് വരുന്നത് ഇവിടുത്തെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇതാണ് നമ്മുടെ LPP പ്രോബ്ലത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത പ്രോബ്ലംസ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. കൂടുതൽ LPP പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.